നമസ്കാരം. ഇന്ന് നമ്മൾ കാൽസോഫ്റ്റിന്റെ 2024-25 വാർഷിക റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഒരു കാര്യം നോക്കാൻ പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, നമ്മുടെ നാട്ടിലെ സാധാരണ ചെറുകിട ബിസിനസ്സുകളെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന് നമുക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാം. ഇതെപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒന്നാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാലേ ഏതൊരു സമ്പദ്വ്യവസ്ഥയുടെയും അടിത്തറയെന്ന് പറയുന്നത് ഈ ചെറുകിട സംരംഭങ്ങളാണ്. ഈ സംരംഭകരാണ് നമ്മുടെ സാമ്പത്തിക രംഗത്തെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം വരുന്നത്. വലിയ വലിയ കമ്പനികളോട് അവരുടെ ഭീമമായ പണവും സ്വാധീനവും വെച്ച് മത്സരിക്കേണ്ടി വരുമ്പോൾ ഈ ചെറിയ ബിസിനസ്സുകൾ എന്തു ചെയ്യും? അതൊരു അന്യായമായ പോരാട്ടം തന്നെയല്ലേ? ശരി, അപ്പോൾ നമുക്കിതിലേക്ക് വിശദമായി കടക്കാം. ഈ 5 കാര്യങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ മാറ്റത്തിന്റെ ഒരു മുഴു ചിത്രം കിട്ടും. ആദ്യം അവരുടെ പോരാട്ടത്തെക്കുറിച്ച്, പിന്നെ AI എങ്ങനെ സഹായിക്കുന്നു, അതിനുള്ള ടൂളുകൾ ഏതൊക്കെയാണ്, അതുകൊണ്ടുള്ള യഥാർത്ഥ ഫലങ്ങൾ എന്തൊക്കെ, അവസാനം ഇതൊരു പുതിയ ഡിജിറ്റൽ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നും നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം, എന്തൊക്കെയാണ് ഈ ചെറുകിട ബിസിനസ്സുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്ന് നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ കയ്യിലുള്ള പണം, സമയം, ആളുകൾ ഇതൊക്കെ വളരെ കുറവായിരിക്കും. അതിൻ്റെ കൂടെ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. ഈ അവസ്ഥയിൽ വേണം അവർ വലിയ കമ്പനികളോട് മത്സരിക്കാൻ. സ്വാഭാവികമായും ബിസിനസ് വളർത്താനുള്ള അവസരങ്ങളും അവർക്ക് കുറവായിരിക്കും. ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. എന്നാൽ ഈ കളി മാറ്റാൻ പോകുന്ന ഒരു ശക്തി വരുന്നുണ്ട്. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിനെ നമ്മൾ വലിയ സങ്കീർണമായ ഒരു ടെക്നോളജിയായി കാണരുത്. മറിച്ച് എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങൾ നൽകുന്ന ഒരു ഗ്രേറ്റ് ഈക്വലൈസറായിട്ട് കാണണം. ഈയൊരു ആശയമാണ് കാൽസോഫ്റ്റിന്റെ ചെയർമാൻ ഫ്രെഡറിക് ബെൻഡിൽ തന്റെ വാക്കുകളിലൂടെ ഉറപ്പിച്ചു പറയുന്നത്. സംരംഭകത്വത്തിന്റെ ഭാവി തന്നെ AIയുടെ കയ്യിലാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പോൾ AI എങ്ങനെയാണ് സഹായിക്കുന്നത്? 1. ബിസിനസ് വളർത്താൻ. 2. കാര്യക്ഷമത കൂട്ടാൻ, അതായത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലികൾ ചെയ്യാൻ. 3. ടെക്നോളജിയിൽ അറിവില്ലാത്ത സാധാരണക്കാരെ പോലും ബിസിനസ് ലോകത്തേക്ക് കൊണ്ടുവരാൻ. 4. പ്രതിസന്ധികളെ തരണം ചെയ്ത് പിടിച്ചു നിൽക്കാൻ. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ലതാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് പ്രായോഗികമായി നടക്കുന്നത്? അതിന് സഹായിക്കുന്ന ചില പുതിയ ടൂളുകളെ നമുക്ക് പരിചയപ്പെടാം. ഉദാഹരണത്തിന് സ്പീഡപ്പ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോഡിംഗ് ഒന്നും അറിയണമെന്നില്ല. മിനിറ്റുകൾക്കുള്ളിൽ AIയുടെ സഹായത്തോടെ ഒരു അടിപൊളി ഓൺലൈൻ സ്റ്റോർ തുടങ്ങാൻ പറ്റും. ഒന്നാലോചിച്ച് നോക്കൂ, മുൻപ് മാസങ്ങളെടുക്കുമായിരുന്നൊരു കാര്യം ഇപ്പോൾ എത്ര എളുപ്പമായി എന്ന്. അടുത്തതാണ് ഡ്രൈസേ CRM. ഇതിന് നമുക്കൊരു വെർച്വൽ സെയിൽസ് അസിസ്റ്റന്റ് എന്ന് വിളിക്കാം. കസ്റ്റമേഴ്സുമായി നല്ല ബന്ധം നിലനിർത്താനും സെയിൽസ് കൂട്ടാനും ഇത് സഹായിക്കും. പണ്ട് ലക്ഷങ്ങൾ മുടക്കി വലിയ കമ്പനികൾ മാത്രം ഉപയോഗിച്ചിരുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ AI വഴി സാധാരണക്കാർക്കും ലഭ്യമാകുന്നു. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, അല്ലേ? ഇത്രയും സൗകര്യങ്ങളൊക്കെയുള്ള ഈ ടൂളുകൾക്ക് എന്ത് വില വരും? നൂറുകണക്കിന് ഡോളറുകൾ? ആയിരങ്ങൾ? അല്ല, അതിന്റെ വില വെറും $10. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഒരു മാസത്തേക്ക് വെറും $10. ഇതാണ് AI കൊണ്ടുവരുന്ന ഏറ്റവും വലിയ വിപ്ലവം. പണ്ട് പണക്കാർക്ക് മാത്രം ലഭ്യമായിരുന്ന അതിശക്തമായ സാങ്കേതികവിദ്യ ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ കടക്കാരനും ഉപയോഗിക്കാൻ കഴിയുന്നു. ശരി, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് ശരിക്കും എന്തെങ്കിലും മാറ്റമുണ്ടോ? അതോ വെറും പറച്ചിൽ മാത്രമാണോ? നമുക്ക് യഥാർത്ഥ കണക്കുകളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഈ ചാർട്ട് നോക്കൂ. 2023-ൽ 51% ചെറുകിട ബിസിനസ്സുകളാണ് AI ഉപയോഗിച്ചിരുന്നതെങ്കിൽ 2025 ആകുമ്പോഴേക്കും അത് 68% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെറും 2 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടം. AI ഇപ്പോൾ ഒരു സാധാരണ ബിസിനസ് ടൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇവർ AI കൂടുതലായി ഉപയോഗിക്കുന്നത്? 62% പേരും ഡേറ്റ വിശകലനം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് കച്ചവടത്തിന്റെ കണക്കുകൾ മനസ്സിലാക്കാൻ. 55% പേർ മാർക്കറ്റിംഗിന് വേണ്ട കണ്ടന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. 46% കസ്റ്റമേഴ്സുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും. ചുരുക്കി പറഞ്ഞാൽ ബിസിനസിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് AI പ്രവർത്തിക്കുന്നത്. AIയുടെ ഏറ്റവും വലിയ ഗുണം പണം മാത്രമല്ല, അതിലും വിലപ്പെട്ട ഒന്നാണ് അത് തിരികെ നൽകുന്നത്: സമയം. എത്ര സമയമെന്നല്ലേ? ഈ സംഖ്യ നോക്കൂ, 20 മണിക്കൂറിൽ കൂടുതൽ. അതെ, ഓരോ മാസവും 20 മണിക്കൂറിലധികം സമയം ഒരു സംരംഭകന് ലാഭിക്കാൻ കഴിഞ്ഞാൽ ആ സമയം അയാൾക്ക് ബിസിനസ്സിനെക്കുറിച്ച് ചിന്തിക്കാനും പുതിയ പ്ലാനുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാം. അതൊരു ചെറിയ കാര്യമല്ല, അല്ലേ? ഇനി നമുക്ക് ലാഭത്തിലേക്ക് വരാം. AI എങ്ങനെയാണ് നേരിട്ട് വിൽപ്പന വർദ്ധിപ്പിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ സംഖ്യ: 60%.
കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട 60% വെറുമൊരു കണക്കല്ല, അതിനു പിന്നിൽ ഒരു യഥാർത്ഥ കഥയുണ്ട്. ചെന്നൈയിലെ ഒരു ചെറിയ തുണിക്കട AI ഉപയോഗിച്ച് കസ്റ്റമേഴ്സിന് കൃത്യമായി ഓർമ്മപ്പെടുത്തലുകളും ഓഫറുകളും അയച്ചു. ഫലം, വെറും 3 മാസം കൊണ്ട് അവരുടെ വിൽപ്പന 60% വർദ്ധിച്ചു. ഇതൊരു യഥാർത്ഥ വിജയഗാഥയാണ്. അപ്പോ ഈ മാറ്റങ്ങളെല്ലാം ചേർന്ന് സമൂഹത്തിൽ മൊത്തത്തിൽ എങ്ങനെയുള്ള ഒരു ഭാവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്കതിലേക്ക് നോക്കാം. ഈ താരതമ്യം ഈ മാറ്റത്തിന്റെ കാതൽ വ്യക്തമാക്കുന്നു. പണ്ട് പുതിയ ടെക്നോളജി ഉപയോഗിക്കണമെങ്കിൽ ഉയർന്ന ചെലവും സാങ്കേതിക പരിജ്ഞാനവും സങ്കീർണമായ ടൂളുകളും വേണമായിരുന്നു. എന്നാൽ പുതിയ രീതിയിൽ AI കാരണം എല്ലാം താങ്ങാനാവുന്ന വിലയിലും കോഡിംഗ് ഇല്ലാതെയും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമായി മാറി. അപ്പോൾ ഇതിൻ്റെല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? നൂതന സാങ്കേതികവിദ്യ എല്ലാവർക്കും ലഭ്യമാക്കുക, പുതിയ സംരംഭകർക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ ഇല്ലാതാക്കുക, ഒരു ഡിജിറ്റൽ തുല്യത ഉറപ്പാക്കുക, ഒപ്പം ഉത്തരവാദിത്വത്തോടെ AI ഉപയോഗിക്കുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കുക. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു. AI എന്നത് മൊബൈൽ ഫോൺ പോലെ ഒരു സാധാരണ ഉപകരണമായി മാറുമ്പോൾ അത് നമ്മുടെ എല്ലാം ജോലിയെയും ജീവിതത്തെയും എങ്ങനെയായിരിക്കും മാറ്റിമറിക്കാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇതൊരു തുടക്കമാകട്ടെ.